വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മാർക്കോസ് രചിച്ച നമ്മുടെ കർത്താവ് ഈശോയുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 16, 19, 20 വാക്യങ്ങൾ. യേശുവിന്റെ സ്വർഗാരോഹണം. കർത്താവായ യേശു അവരോട് സംസാരിച്ചതിനു ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്നവൻ ചരിത്രത്തിനപ്പുറത്തേക്ക് ആരോഹണം ചെയ്യുന്നു. ഇന്നേ വരെയുള്ള ലോകചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത വസ്തുതകളാണ് യേശുവിന്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് നാം കാണുന്നത്. അതിദാരുണമായ രീതിയിലുള്ള കുരിശിലെ ആത്മബലിക്ക് ശേഷം യേശുവിന്റെ മൃതശരീരം കല്ലറയിൽ ഭദ്രമായിട്ട് സംസ്കരിക്കപ്പെടുന്നു. 3 ദിവസങ്ങൾക്ക് ശേഷം ആ മൃതശരീരം ജീവനോടുകൂടെ കല്ലറ ഭേദിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് പുറത്തുവരുന്നു. താൻ തെരഞ്ഞെടുത്ത് പരിശീലിപ്പിച്ചുകൊണ്ട് വരുന്ന ശിഷ്യന്മാരുടെ ഒപ്പം യേശു ദിവസങ്ങളോളം സഹവസിക്കുന്നു. അവരെ ശ്രമിക്കുന്നു, അവരോടൊപ്പം ഭക്ഷണം പങ്കുവെക്കുന്നു, അവരെ പഠിപ്പിക്കുന്നു പല കാര്യങ്ങളും. നിശ്ചിതമായിട്ടുള്ള സമയത്തിൽ യേശു എല്ലാവരും നോക്കി നിൽക്കെ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നു. മഹത്വപൂർണനായി തന്റെ പിതാവിന്റെ പക്കലായിക്കൊണ്ട് ശിഷ്യന്മാരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശം നൽകിക്കൊണ്ടും അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും പലതരത്തിലുള്ള അത്ഭുതകരമായ അടയാളങ്ങൾ പ്രവർത്തിച്ചു പോലും അവരുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥിരീകരണങ്ങൾ നൽകിക്കൊണ്ടും യേശു പ്രവർത്തിക്കുന്നതായിട്ട് നാം കാണുന്നു. അങ്ങനെ സഭയില് ഇന്നും യേശു തന്റെ പരിപാലനാ വിശേഷം ആധിപത്യത്തോടുകൂടി തന്നെ നടപ്പിലാക്കുന്ന യേശുവിന്റെ ചിത്രം നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ചുകൊണ്ടാണ് സുവിശേഷകനായ വിശുദ്ധ മർക്കോസ് തന്റെ സുവിശേഷ രചനയ്ക്ക് വിരാമം കുറിക്കുന്നത് എന്ന് നമുക്ക് കാണാം.